I have one. Don't forget to check in between the walls too. They now have cavities where they can run in between. They might. What y'all got? They could be mouse scopes too. To what? When we'll regroup at our tents. I don't know where that's at. Where's everybody at? Act like you're going to Southgate. Yeah, regroup there. Hey, if you're standing in the middle of the open area by the tower, go straight ahead and I'll go over that wall. Go to your left, go to your left, go to your left. Now to your right and go over the wall. A stationary on top of the tent. Alright, copy. I'm like right A of Pacific or whatever that is. I'm in the HQ. I'm moving. Nah, I bet you anything they're going to be on the other side of the runway hitting those double walls. Yeah, I'm heading my way over. So we should check them. Yep, I'm over there now. They got Bearcats blocking some of the entrances I see, so I'm thinking that's where they are. Where they're making. Yeah. Drone for safety first. Negative, we don't want you to actually get hurt first. Let's first see if it's a real idea or if it's a fake. Am I able to join you guys? Y'all get ready. This is a long open shot. Yep, I'm almost there. Where would you like me to meet you guys? Just come up to the south gate and get out of your personal vehicle and come to like 8 feet to the airport of Army base. Take your personal. Southgate is west side. It's the second gate when you take the highway. Get off the road. Get off the road. So they're all be on the other side. Come on, y'all. On the other side where we started. The east side of the gate, near B. Are you saying near the west? They're near the east side of the gate. Near where it says base at.
10. And let me know when I get close to where it says military. We are right in the middle. Yeah, we're here on the back side of the wall. All right, copy that. Hey, what's your 20? I'm going inside HQ. I'm going inside HQ. They inside of headquarters.
Yeah, watch out for the corner. What else? ഹലോ, ഹലോ ആടാ, നീ എവിടെയാ? നീ ഗൺ സ്റ്റോറിന്റെ എവിടെയാ? എവിടെ? പീഡിയന്റെ ബാക്കിലാ. ആ, നീ എവിടെ? ഓക്കെ, ആ വന്ന് ഇതോസ്, നീ എവിടെ ആയിന്ന്? പീഡിന്ന് ഡിസ്മിസ് മേടിച്ച് എല്ലാം മേടിച്ചല്ലോ നീ. ഞാൻ ഇച്ചിരി ബിസി ആയിരുന്നു, പിന്നെ ഞാൻ ഗെയിമിൽ ലോഗിൻ ചെയ്തില്ല. ഗെയിമിൽ ലോഗിൻ ചെയ്യടാന്ന് പറഞ്ഞാൽ അതും ഇല്ല. 7 days ഒന്നുമില്ലാതെ ചുമ്മാ കയറിയിട്ട് ഇറങ്ങിയാലും മതി. ഒരു 1 hour ഹാഫ് ആൻ അവർ മതി നിന്റെ. അത് കഴിഞ്ഞിട്ട് ലോഗൗട്ട് അടിച്ചാലും മതി. എൻ്റെ ഐപാഡ് എൻ്റെ കൈനകത്തിലില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ലോഗിൻ ചെയ്തില്ല. ഓ ഓക്കെ. നീ പീഡി കയറുന്നുണ്ടോ? ഇല്ലടാ, പിന്നെ വരില്ല. ഞാൻ ചുമ്മാ ടൈം പാസ് ചെയ്യും. പിന്നെ ഇങ്ങനെയൊക്കെ നീ വരുന്നില്ല തിരിച്ച്? ഇല്ല, തിരിച്ചു വരുന്നില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെയൊക്കെ ടൈം പാസ് ചെയ്യും ഓടിച്ചിട്ട്. ഓ ഓക്കെ ഓക്കെ. എനിക്കും തിരക്കടാ, എൻ്റെ LG പോയി കിട്ടി. പിന്നെ പറ. എൻ്റെ LG പോയടാ. അപ്പം ഞാൻ മേജർ ജനറലായി വെച്ചാൽ എനിക്കും തിരക്കാണ്. രാത്രി മാത്രമേ ഗെയിമിൽ കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ ആർക്ക് LG കൊടുത്ത? MG എന്തോ വേറെ ആർക്കോ കൊടുത്തു, ഞാൻ കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഈവൽ റിക്ക് പിന്നെ കേമൻ, അങ്ങനെ ഒരാളുണ്ട്, 2 പേർക്ക്. ഓക്കെ, പക്ഷെ നിന്നെ വിട്ടെ LGന്? ഞാൻ രാത്രിയുടെ കയറുന്നു. എനിക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നില്ല. വെച്ചാൽ LGയുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ റിലീസ് ചെയ്യുന്നതാണ്. അത് ഞാനില്ല.
പക്ഷെ ബെന്നി ആണെങ്കിൽ അവനാണ് അവൻക്കും ഇതുപോലത്തെ റീസൺ തന്നെയാണ് പറയുന്നത്. കുറേ റീസണായി പറയാൻ തുടങ്ങിയിട്ട് അവനെ എടുത്തിട്ട് ഡിമോട്ട് ചെയ്ത്. പിന്നെ അവന് മൂന്നാമത്തെ സത്യത്തിൽ അവൻ ഒന്നാളെ LGD അവൻ ഒന്നും ചെയ്യുന്നില്ല പണ്ട് തൊട്ട്. അവൻ എപ്പോഴും നോക്കിയാലും ഓഫ് തന്നെ കിടക്കുക. ഇതന്നെ റിയൽ ലൈഫിൽ തിരക്കാണ്, അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുക. ഇപ്പം തൊട്ട് ഇത് തന്നെ പറഞ്ഞ് ഇപ്പം അവസാനം അവനും ഡിമോട്ടായി. അവനും ഇല്ല ഞാനും ഇല്ലെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഒരാളെയും ഉണ്ടാണല്ലോ. അവനും ഓഫ്ലൈനും ഞാനും ഓഫ്ലൈനും. അവൻ എന്തായാലും ഡിമോട്ട് ചെയ്ത്. എന്തായാലും എനിക്ക് ഓഫറുണ്ട്. എനിക്ക് എൻ്റെ റിയൽ ലൈഫിൻ്റെ തിരക്കെല്ലാം മാറിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് കയറാൻ പറ്റത്തുള്ളൂ. അത്ര എനിവേസ് ഈ 1.5 months മുമ്പിൽ ഈ എക്സാമിൻ്റെ ലാസ്റ്റ് ടേമിൻ്റെ വീക്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇറിറ്റേഷൻ ആയിരുന്നു. റാൻഡം ഒക്കെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. മൊത്തം ഒന്നും ശരിയാകുന്നില്ല. അതുകൊണ്ട് എനിക്ക് മൂഡില്ലായിരുന്നു ഈ ഗെയിം. പിന്നെ ഞാൻ ഇച്ചിരി ബിസിയുമായി. പിന്നെ മൂഡ് പോയി, എല്ലാം പോയി. ഞാൻ ലോഗിൻ ചെയ്തില്ല. പിന്നെ യൂഷ്വലി ആദ്യം ഞാൻ കേട്ടിട്ടുണ്ട് ഈ സ്മിത്തി എല്ലാ പ്രാവശ്യം പറയും ഈ മെമ്പേഴ്സ് ഒക്കെ എസ്പെഷ്യലി സൂട്ട്സ് ഒക്കെ അവരുടെ ഡേയ്സ് ഒക്കെ ചിലപ്പം ഇഫ് ഇറ്റ് ഇസ് ഗെറ്റിംഗ് 6 days 7 days ആകുമ്പോൾ അവനെ ടെക്സ്റ്റ് ചെയ്യും, നിന്റെ ഡേയ്സ് ഇസ് എക്സീഡിങ്, നീ വരുന്നുണ്ടോ. എനിക്ക് അങ്ങനെ ഒരു ടെക്സ്റ്റ് വന്നില്ല. എനിക്ക് അത് ഗ്രാൻഡ്ലി പറഞ്ഞു അവർ എന്നെ വിട്ടു. ദാറ്റ്സ് ഹൗ ഐ കേം ടു നോ. ഓക്കേടാ. ശരി, നീ പോയി നിന്റെ അറസ്റ്റ് ഒക്കെ ചെയ്തോ. ഞാൻ ചുമ്മാ ഇങ്ങനെ വണ്ടിയൊക്കെ എനിക്ക് ഇതുണ്ടടാ എംപയറിന്റെ ബിസിനസ് ഉണ്ട്, അതാ മേടിച്ചായിരുന്നു. നല്ല പ്രോഫിറ്റ് ഉണ്ട്. ഒരു മന്തിൽ എനിക്ക് 5 million കിട്ടുന്നുണ്ട്. അന്ന് ഞാൻ റെന്റ് കൊടുക്കുന്ന എന്റെ സാലറി നിന്നാണ്. നീ ബിസിനസ് എങ്ങനെയാ വാങ്ങിച്ചത്? ഓൾറെഡി ബോട്ടല്ലേ, നീ എങ്ങനെ വാങ്ങിച്ചത്? അത് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരാൾ 25 million സെല് ചെയ്യുന്നുണ്ട്. ഞാനത് പോയി മേടിച്ച്. പിന്നെ പ്രോഫിറ്റാ. ഞാൻ രാത്രി മാത്രം ഗെയിമിൽ കയറത്തല്ലോ, എനിക്ക് 5 million പ്രോഫിറ്റ് ഉണ്ട്. ഞാൻ എപ്പോഴും 20 million അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ഹയസ്റ്റ് 19-18 million അങ്ങനെയായിരുന്നു. ഗ്യാസ് സ്റ്റേഷൻ എല്ലാം ഭയങ്കര കഷ്ടമാടാ. അന്ന് റെന്റ് കൊടുക്കാൻ തന്നെ എനിക്ക് കഷ്ടമാണ്. പക്ഷെ എങ്ങനെയൊക്കെ വാങ്ങിക്കാം എല്ലാ ബിസിനസ് ഒക്കെ? എവിടെയാ ഗ്യാസ് സ്റ്റേഷൻ ഒക്കെ വാങ്ങിക്കാൻ? ഗ്യാസ് സ്റ്റേഷൻ റേസ്റ്റാർ ഒരാൾക്കുണ്ടായിരുന്നു അവന്. അങ്ങനെ അങ്ങനെ മനസ്സിലായി. നല്ല പ്രോഫിറ്റാണ് ഗ്യാസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഒരു വീക്ക് തന്നെ 1 million ആക്കാം. ഒരു മന്ത് കഴിയുമ്പോ എത്ര നീ ഈ സ്റ്റോറി മെഷീൻ ഒക്കെ ചെയ്തായിരുന്നോ ഈ ഗെയിമിനകത്ത്? ഏത് മനസ്സിലായില്ല. ന്യൂ കഴിഞ്ഞിട്ട് ഈ സ്റ്റോറി മെഷീൻ ഒക്കെ വന്നിട്ടില്ലേ? ഓ, ഗെയിമിൽ കേറുമ്പോ ടാസ്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടു, ജസ്റ്റ് ഇപ്പൊ കണ്ടു, ചെയ്തില്ല. ഞാൻ ചെയ്തിട്ടുണ്ടടാ. നല്ലതാണോ? ടൈം പാസ്? ഇതിപ്പോ ടാസ്ക് ആണ്. നമ്മളിപ്പോ ഗെയിമിൽ പുതിയ ഗെയിം ആപ്റ്റ് കേറുമ്പോ പുതിയ ആളായിട്ട് അത് ചെയ്ത് എല്ലാവർക്കും ചെയ്യാൻ അത് എല്ലാവരും ചെയ്യണം. ചെയ്തില്ലേ കയറാൻ പറ്റത്തില്ല.
ഇല്ല അതല്ലടാ, ഇപ്പൊ നീ മാപ്പ് ഓപ്പൺ ചെയ്. പിന്നെ നിന്റെ സൈഡിനകത്ത് നിനക്ക് ഇതൊക്കെ നേംസ് ഒക്കെ കാണത്തില്ലേ, ഈ സ്റ്റാൻഡേർഡ് ഡീലർഷിപ്പ് ഒക്കെ. അതിനകത്ത് ബോട്ടം സ്റ്റോറി മിഷൻസ് അങ്ങനെ കാണുമോ? കണ്ടോ സ്റ്റോറി മിഷൻസ്? അതെനിക്കറിയില്ല എന്താന്ന്, സോറി. ചിലപ്പോൾ നിനക്ക് അത് നീ വെക്കേഷൻ എടുത്താലും ചെയ്യാൻ ഒക്കും. ഇപ്പൊ ചെയ്യാൻ ഒക്കത്തില്ല സൂട്ടിൽ. അതായിരിക്കും ചിലപ്പോ. ഈ മൈക്കൽ ക്യാഷും പിന്നെ ലീവ് ചെയ്തു. അവൻ അൽമഡ പോയി. ജമാടും ലീവ് ചെയ്തിട്ട് അൽമഡ പോയി. അവിടെ അവർ രണ്ടുപേരും എടാ ഇതില്ലേ ജമാട്, മറ്റേ മൈക്കിൾ ക്യാഷ്, പിന്നെ മിസ്സർക്കെല്ലാം വേറെ സെർവറില്ല. അലഡ അങ്ങനെ സെർവർ ഉണ്ട്. അവൽ മിസ് എറിക്കാൻ്റെ DFG ആയി. എടാ അന്ന് അവർ വേറെ സെർവറിൽ പോയടാ. ഇവിടെ MJ ആയിരുന്നു അവന്, മൈക്കിൾ ക്യാഷ്. അവന് പിന്നെ ചിലപ്പോ ലൂട്ടാണിന്റെ പൊസിഷൻ കിട്ടാത്തോണ്ട് പോയി. അൽമേഡ പറഞ്ഞിട്ടൊരു സെർവർ ഉണ്ട്, അവിടെ മിസ് ചീഫ് ഉണ്ട് പോലീസിന്റെ. അവിടെ അവൻ പിന്നെ ജമാൽ അലനും അവൾ രണ്ടുപേരും മിസ് എറിക്കാൻ്റെ DFG ആയി. എടാ എനിക്കെന്താ തോന്നുന്നത്, മിസ്സറൊക്കെ എന്തോ ഈ സെർവർ നോക്കി കുറേ വർഷമായി കളിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ കുറേ വണ്ടിയും ഉണ്ട്, എല്ലാം ഉണ്ട്, അഡ്മിനായിട്ട് കോണ്ടാക്റ്റും ഉണ്ട്. പിന്നെ വേറെ സെർവറിൽ പോകേണ്ട ഒരാവശ്യം ഇല്ലായിരുന്നല്ലോ. അത് മിസ്സറിക്കാൻ്റെ ഈഗോന്റെ പ്രശ്നമാണ്. അവൾക്ക് അറിയത്തില്ല. അവൾ 2 പ്രാവശ്യം ചീഫ് കഴിഞ്ഞിട്ട് അവൾക്ക് നോർമൽ പോലീസ് ആവാൻ അവളുടെ ഈഗോക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അത് അവളുടെ പ്രശ്നമാണ്. പക്ഷെ ഈ ജമാടും മൈക്കൽ ക്യാഷ് ഒത്തിരി ടൈം പറയുമായിരുന്നു. ഒത്തിരി സമയത്ത് പറയായിരുന്നു ഈ എക്സാണ്ടർ ഒത്തിരി ഫേവറിറ്റിസം ചെയ്യുക, ഒന്നും ശരിയാകുന്നില്ല. ഒത്തിരി അഡ്വൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എക്സാണ്ടർ അവൻ്റെ തന്നെ ഡിസിഷൻസ് ഒക്കെ എടുക്കും, ചുമ്മാ ടൈം പാസ് ചെയ്യും, ഒന്നും കേൾക്കത്തില്ല. പിന്നെ എല്ലാവരും അവൻ്റെ ഈ ഫ്രാങ്കിയും സ്മിറ്റിയും റോസും ഉണ്ടായിരുമ്പോൾ ഈ രാസ്ത ഒക്കെ ചുമ്മാ എക്സാണ്ടറിന്റെ എങ്ങനെയാ പറഞ്ഞില്ലേ ഫേവറേറ്റ് ലൈക്ക് നക്കും യെസ് എക്സാണ്ടർ യു ആർ ദ ബെസ്റ്റ് എക്സാണ്ടർ, എക്സാണ്ടർ ശരിയാ. അതൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഈ മുഴുവൻ പീരീഡിന്റെ മൂഡ് വേസ്റ്റ് ആവുമായിരുന്നു. അതുകൊണ്ട് അവളും ഒക്കെ അവൾ ലീവ് ചെയ്തു. എന്തോ ഞാൻ പറഞ്ഞു, മിസ്സർക്ക് എന്തോ റിട്ടയർഡ് ആയപ്പോൾ ചോദിപ്പം പറഞ്ഞു അതെൻ്റെ പേഴ്സണൽ ഇഷ്യൂ ആണ്, എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ വേറെ സ്വന്തം പ്രോബ്ലം ഒക്കെ. അവൾ ഒത്തിരി നല്ലതൊന്നുമില്ല. പക്ഷെ എക്സാണ്ടറും ഒന്നും ശരിയില്ല. അവളൊരു ഒത്തിരി വേർഡാണ്. ഇപ്പൊ എന്താ പോലീസിൽ പിന്നെ ജോയിൻ ചെയ്തു അവൻ. അലക്സാണ്ടർ പിന്നെ ജോയിൻ ചെയ്ത് ഇപ്പം ക്യാപ്റ്റൻ ആണെന്ന് തോന്നുന്നു. അതും കുറച്ച് ഇതാണ്. പിന്നെ പഴയ ആൾക്കാർ ഇപ്പം ഗെയിമിനകത്ത് ഇത് ഫാഷനകത്തുണ്ട്. അവരൊന്നും മേജർ ജെൻഡർ ആക്കാത്തോണ്ട് ഒരു ഇതുണ്ട്. ഡിലേ എന്താണെന്ന് എനിക്കറിയില്ല. അവൻ ചുമ്മാ അവന്റെ ഫേവറേറ്റ് ആൾക്കാർക്ക് മാത്രം പ്രൊമോട്ട് ചെയ്യും. ഞാനും പഴയ ആൾക്കാർ അലക്സാണ്ടർ ഉള്ള സമയത്ത് തന്നെ ഫ്രാങ്ക് ഇവിടെ ഫ്രാങ്ക് ഇതില്ലേ FG ഉള്ള സമയത്ത് തന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. സ്മിറ്റി എന്താ ഉണ്ടായില്ല? അത് LGO CG ആണെന്ന് തോന്നുന്നു. പണ്ടത്തെ കാര്യമില്ലേ, ഒരു 5 മന്ത് എന്തായാലും കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. 5 മന്തോ 6 മന്തോ. ഇല്ല, ഞാൻ പറയുക ഇപ്പം എക്സാണ്ടർ ചീഫ് ആയിരുന്നു. അത് ആ സമയത്ത് സ്മിറ്റി പിന്നെ ഫ്രാങ്കി ഈ രണ്ടുപേരും എക്സാണ്ടറിന്റെ DFG ആയിരുന്നു.
എക്സാമ്പിൾ പറയുമായിരുന്നു എൻ്റെ കഴിഞ്ഞിട്ട് ഡിസ്മിറ്റി ചീഫ് ഡോക്ടർ സ്മിറ്റി ആയില്ല. അവിടെ സ്മിതി എന്താ ആപ്ലിക്കേഷൻ ചെയ്യില്ല എന്ന് ചോദിക്കും. എനിക്കറിയത്തില്ല. ഫ്രാങ്ക് ബുഷ് ഇതായി DFG അങ്ങനെയല്ലേ? അത് ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു സ്മിറ്റി ആവും, കാരണം അവൻ ഒത്തിരി സമയം കൊണ്ട് അവന് DM ചെയ്യാം. എനിവേസ് എന്താ പരിപാടി? ആണോ ഞാൻ സിറ്റിയിൽ എന്താ ഇപ്പൊ നടക്കുന്നത് വെച്ചാൽ ഇപ്പം സിറ്റിയിൽ മൊത്തം ടിക്കറ്റ് അടിക്കുക, ചൊറിയുക, ചൊറിഞ്ഞിട്ട് അവനെ ചൊറിയുക, നീയും ചൊറിയുക, എന്നിട്ട് അവസാനം ടിക്കറ്റ് അടിക്കുക. അതായിരിക്കും പരിപാടി. എനിക്കറിയാം. എടാ കുറെ പ്ലെയേഴ്സ് ഉണ്ടടാ, കുറെ ആൾക്കാരുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഗെയിമിൽ അതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. XPD ആണോ അവളൊക്കെ? ചിലവരിൽ XPD, ചിലവർ ബ്ലാക്ക് ലിസ്റ്റ് ആയി, അങ്ങനെയെല്ലാം ഉണ്ട്. എനിക്ക് ഈ ഒരു വണ്ടിയേ ഉള്ളൂ, വേറെ വണ്ടിയൊന്നും ഇല്ല. വണ്ടിയെല്ലാം വിട്ടാ? ഈ വണ്ടി ഞാൻ മോഡിഫൈ ചെയ്തിട്ട് ഞാൻ വലിയാകുക. ലിക്വിഡേഷൻ ഇത് വന്നിട്ടുണ്ട് ഈവന്റ്. പക്ഷെ ഈ വണ്ടി വിൽക്കാൻ ഒക്കത്തില്ല. ഈ വണ്ടിയാ നമുക്ക് എല്ലാവരും കിട്ടണ ആ വണ്ടിയായിരുന്നു. കാരണം ഞാൻ വിചാരിച്ചു ഈ വണ്ടി മോഡിഫൈ ചെയ്തിട്ട് വെക്കാം. പുതിയ അപ്ഡേറ്റ് എല്ലാം വരാൻ പോവുക. ഇനിയും ഒരു അപ്ഡേറ്റ് ഉണ്ടോ? എന്താ ഇതില്ല, ട്രൈ ചാറ്റ് ഇത് മാറും. പിന്നെ ട്രൈ ചാറ്റ് ഈ വണ്ടി സെല് ചെയ്യുന്നെല്ലാം ഒരു ഇതിലാണ്, എന്താ വെബ്സൈറ്റ് പോലെ. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ പോയി ആൾക്കാരെ വണ്ടിയെല്ലാം നോക്കാൻ പറ്റും. പിന്നെ ഇതില്ലേ ഡ്രഗ്സ്, അത് ടാസ്ക് ഗ്യാങ്ങിന് വേണ്ടിയിട്ട് ഒരു ജോബായിട്ട് അത്. പിന്നെ അങ്ങനത്തെ ബൈക്കെല്ലാം വരുന്നുണ്ട്. പീടിക്ക് ഒരു ഒന്നും ഇല്ലെന്നാണ് ഞാനിങ്ങനെ വിഷമിക്കുന്നത്. ഊള വണ്ടി. ഈ ചാർജർ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ പീടിക്ക്. ആ DGP ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. ഒരു എല്ലാം ഊള വണ്ടിയാ. പക്ഷെ പേടിയൊക്കെ മുഴുവൻ അതിന് അകത്ത് മുഴുവൻ അപ്ഡേറ്റ് കിട്ടിയില്ലേ? പീഡിക്ക് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടായി നല്ലതായിട്ടുണ്ടായിരുന്നു. പീഡി ആൾക്കാർക്കും കളിക്കാൻ ഒരു മോഡ്. ഒരു ഇടിക്ക് ഈ വണ്ടി തിരിച്ചു പോകും, അതാണ് പ്രശ്നം. ഈ ചാർജർ ആയാലും സ്പീഡുണ്ട്. സ്പീഡ് മാത്രമുണ്ട്, അത് മാത്രമാണ്. ഞാൻ ഇവനെ കൊണ്ടിട്ടെ. വേണ്ട.
ഈ ഫിസ്റ്റ് ഫൈറ്റിംഗ് അങ്ങനെയൊക്കെ ഇവന്റ് ഇട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. വന്നിട്ടുണ്ടോ? എനിക്ക് കണ്ടിട്ടില്ല. ഇപ്പൊ തന്നെ അടിച്ചു നോക്കൂ. ഇപ്പൊ 1.12 തന്നെ ഓട്ടോമാറ്റിക് തന്നെ വന്നോളൂ. ട്രൈ ചെയ്യാം ഒരു മിനിറ്റ്. ഓ കിട്ടി. അയ്യോ, എനിക്ക് കുറച്ചു നേരം ഞാൻ കഴിഞ്ഞ് 10 ടൈംസ് അടിച്ചാൽ 10 ടൈംസ് ചാർജ് കിട്ടുമോ? വരും, തന്നെ വന്നോളൂ. അയ്യോടാ 3 കിട്ടി. 2 അവർ തന്നെ ജയിലിൽ പോകേണ്ടി വരും. പിന്നെ അത് മാറിക്കോളും, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. പോലീസുകാർ വെച്ച സീനാണ്. എനിക്ക് 7 ജയിൽ കാർഡ് ഉണ്ട്. മതി, ആരെങ്കിലും കണ്ട സീനാവും. പിന്നെ 4 ആയില്ല, 3 ഉണ്ട്. എന്തുവാ ഇത്? ചിലപ്പോ അങ്ങനെ ആയിക്കാൻ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അന്ന് ഞാൻ ചെയ്തപ്പോ അങ്ങനെ ആയിരുന്നു. അന്ന് ഒരാളെ അവർക്ക് 10 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ചാർജസ് എങ്ങനെ റിമൂവ് ചെയ്യണം. ജയിൽ പോയിട്ട് ടേൺ ചെയ്യണം. എങ്ങനെയാ സ്വന്തം ഇപ്പൊ ചെയ്തെങ്ങനെയാ പോന്നെ? സ്വന്തം കേട്ടില്ലടാ. ഇപ്പൊ പഴയത്തെ അപ്ഡേറ്റ്, പഴയ ഗെയിമിൽ നമുക്ക് പോയി ജയിലിനകത്ത് സ്വന്തം പോവാൻ ഒക്കത്തില്ല. ഇപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്? എന്താ പ്ലേസ് ടെസ്റ്റ് ആണോ? പ്ലേസ് ടെസ്റ്റ് അവർ തന്നെ എടുക്കൂടാ. ഞാൻ യൂട്യൂബിൽ കാണുന്ന വീഡിയോ അതല്ല. ഇപ്പൊ എനിക്ക് 3 കിട്ടില്ല വയലേഷൻസ്. നീ എന്നെ അറസ്റ്റ് ചെയ്യേണ്ട മുമ്പിൽ ഞാൻ തന്നെയായിട്ട് പോയിട്ട് എന്നെ ജയിലിൽ ടേൺ ചെയ്യാൻ ഒക്കുമോ? ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റും, നിന്റെ ഇഷ്ടം. ഞാൻ അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല, എനിക്ക് അവർ സെയിം പറയാത്ത സിസ്റ്റമാണത്. അവിടെ ആരെങ്കിലും ഉണ്ടടാ, ആരെങ്കിലും ഷൂട്ട് ചെയ്യുക. ഇപ്പഴേ ഷൂട്ട് ചെയ്തു കണ്ട നീ? ഇവിടെ ഗ്രീൻ സോൺ എന്തിനാ ഇല്ല? ഇവിടെ ഗ്രീൻ സോൺ ഇല്ലടാ, ഇത്ര കഷ്ട സീനാ. പിന്നെ ആ സൈഡ് മാത്രം ഉണ്ടോ? ആ സൈഡും പിന്നെ അപ്പുറത്തെ സൈഡിൽ മാത്രമേ ഉള്ളൂ. പിന്നെ എന്തുവാ പറഞ്ഞു? 4ാമത്തെ സൈഡിലുണ്ടായിരിക്കും പറഞ്ഞു. ബാക്കിലും പിന്നെ ഒന്നും ഇല്ലടാ, അത്രല്ല. ഫ്രണ്ടിലും പിന്നെ സൈഡിലും, അപ്പുറത്തെ സൈഡ്. ആ ദിവസം ഉണ്ടായിരുന്നു ഇവിടെ മുഴുവൻ അവിടെ ഇവിടെ ഷൂൺ ചെയ്യുമായിരുന്നു അവൾ. എന്താടാ? നീ ആ ദിവസം ഉണ്ടായിരുന്നു ഇവിടെ ആ ഗൺ സ്റ്റോറിനകത്ത്? പിന്നെ ഇവിടെ മുഴുവൻ ആൾക്കാർ ഷൂട്ട് ചെയ്യുമായിരുന്നു ഇവിടെ ആഗത്തിൽ. ഓക്കെ. എടാ ഞാനില്ല ഇന്നടാ. ഞാൻ രാത്രി മാത്രമേ കയറത്തുള്ളൂ. ഞാൻ രാത്രി 11 o'clock അല്ലെ 12 ആ ടൈമിനെ മാത്രമേ ഗെയിമിൽ കയറത്തുള്ളൂ. നിന്റെ ഇപ്പൊ അത് നിന്റെ വണ്ടിയാണോ? ഇല്ല, അത് നിന്റെ അതെങ്ങനെയാ നിന്റെ ജോലി?
What's going on, guys? How you doing? Artemis, are you on vacation? No. I was off the game for a while. So I got dismissed. No, I got dismissed. Yeah. When did that happen? I think a few days back. Oh shit! I'm so sorry. Yeah. No, Gentleman, Officer Ward on the way to armed police. thank you. Are you planning to be coming back? I don't know yet because I don't know if I'll be like on too much, so I don't want to just jump back before I can solve my stuff. Oh man, yeah. Just like you said, it's so good to see you. I was just pulling out to do a little bit of liquidation. Didn't get a chance to do it. So, hi man, good to see you. It's good to see you too. I met Sky again today after a long time, so just picking time, man. Congrats, Frankie, becoming chief. Oh, I think she can't. Yeah, it's all good. I've just been a little busy, so couldn't be on the game. Life happens, man. Well, listen, I don't want to interrupt your guys' time. I just say hello, But I'll let you guys get back to it, and whenever you're ready, just give us a shot, man. Yes, sir. Thanks, guys, for checking in. Take care. Take it easy, man. Mm-hmm. Yep. Yes. I'll try back as soon as I can. I just don't want to just join for the sake of it. So when I can actually play the game, I'll be back. And I hope it's during your turn soon enough. Yeah. Yep. Good. എടാ ഞാൻ ചോദിക്കാറുണ്ട് നീ ആ ജോലി നീ പറഞ്ഞില്ലേ നീ വിട്ടു പിന്നെ നീ ജോലി എടുത്തോ കേട്ടില്ലടാ എനിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നില്ല കോളിംഗ് ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് നീ ആ ജോലി വിട്ടു പറഞ്ഞില്ല ഞാൻ ഒരു മന്തേ ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ വിട്ട് പിന്നെ നീ പുതിയ ജോലി എടുത്തോ പുതിയ ജോലി എനിക്ക് കിട്ടിയത് അങ്ങനെ ഞാൻ ഈ സൂപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് എല്ലാം കൊണ്ട് അങ്ങനെ ഞാൻ കയറിയതാടാ പിന്നെ ഞാൻ ബില്ലിംഗ് ആണ് പരിപാടി വേറെ ഒന്നും പരിപാടിയില്ല ബില്ലിംഗ് മാത്രമേ പരിപാടി ചെയ്യുന്നുള്ളൂ ബില്ലിംഗ് അടിക്കുന്നു അങ്ങനെ ബില്ലിംഗ് ഓക്കെ ഞാൻ കേട്ടു ബില്ലിംഗ് അങ്ങനെയാടാ അതുകൊണ്ട് കുറച്ച് 13 hour ജോലിയാ സീനാണ് എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെയാണ് പക്ഷെ ആ ജോലി വീട്ടിന്റെ അടുത്താണോ കുറച്ച് ഇവിടെ 6 kilometers ഉണ്ട് അടുത്തല്ല ഒരു 3 ബസ് കയറാം ഇവിടുന്ന് അതാണ് 3 ബസ്സോ ഡെയിലി ഞാൻ പിന്നെ PG-യിലായതുകൊണ്ട് ടൈമിംഗ് എൻ്റെ വെച്ചാൽ രാവിലെ 9:30 ഞാൻ എത്തുന്നതിന് ഒരു 10:30-ക്കാണ് ട്രാഫിക് കാരണം പിന്നെ രാത്രി പിന്നെ 10:30-ക്കാണ് വീട്ടിൽ വരുന്നത് എന്താടാ ഇന്ന് 4 മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ ഇതാണ് ബക്രീദ് അങ്ങനെ ഒരു ഇതുണ്ട് അത് കാരണം 4 മണിക്ക് ചെയ്തല്ലോ അവിടെ 4 മണിക്ക് ഓപ്പൺ ചെയ്യും 9:30 ആകുമ്പോൾ ഞാൻ അവിടുന്ന് ജോലി ചെയ്യുന്നു ടൈം കഴിയും അത്രേ ഉള്ളൂ നീ കാശൊക്കെ സേവ് ചെയ്ത ഒരു ബൈക്ക് ഇടാ 3 ബസ് ഒക്കെ മാറും ഡെയിലി എന്താടാ മനസ്സിലായില്ല നീ ചില കാശൊക്കെ സേവ് ചെയ്തിട്ട് ഒരു ബൈക്ക് എടുക്ക് നീ പറഞ്ഞില്ലേ നീ 3 ബസ് എടുക്കല്ലേ ജോലി പോവാൻ
ആടാ 3 ബസ് എടുക്കുന്നതാണ്. എന്നാ എനിക്ക് പാസ് ഉണ്ട്, വിഷയമില്ല. ഞാൻ 1200 റുപ്പീസാ 3 പാസ്. ബസ്സൊക്കെ ഒത്തിരി. നീ ഞാൻ പറയാം, നീ ഇച്ചിരി സേവ് ചെയ്തിട്ട് ഒരു ബൈക്ക് എടുക്ക്. ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാം. ഇച്ചിരി സമയം എടുക്കും, പക്ഷേ ഇച്ചിരി സമയമൊക്കെ എടുക്കും, പക്ഷെ ഈസി ആകത്തില്ലേ. ബൈക്കിന് 6 കിലോമീറ്റർ എന്തുവാ, ഒന്നുമില്ല. ഇവിടെ എന്റെ ബൈക്ക് സാലറി പറഞ്ഞ 13 ഉള്ളൂ. ഇച്ചിരി സമയം എടുക്കും സേവ് ചെയ്തിട്ട്, പക്ഷെ കാരണം നീ 13 hours വർക്ക് ചെയ്യണം. പിന്നെ എനിക്ക് 3 ബസ് എടുക്കണം പറഞ്ഞിട്ട് എനിക്ക് ഒത്തിരി അടുപ്പമാ. അയ്യോ, ആര് ഷൂട്ട് ചെയ്യുക? ഷൂട്ട് ചെയ്യട്ടെ, അവിടെ കൊണ്ട തീരും. വെടി വെച്ചോണ്ടിരിക്കട്ടെ. ആരാവൻ? നായിന്റെ മോനെ. നമുക്ക് അടിച്ച് പബ്ജി മൊബൈൽ വിളിക്കാൻ മാത്രമേ ഗെയിം കയറുന്നുള്ളൂ. എന്റെ ക്യാമറ അവിടെ ഒന്നുമില്ല. നീ അവൻ്റെ ഉണ്ട മാത്രമേ വേസ്റ്റ് ചെയ്യത്തുള്ളൂ. അവൻ്റെ പൈസ, അവൻ ഗെയിം കളിക്കുന്നു. ഉണ്ട ഫ്രീ ആയിട്ട് ആരും തരത്തില്ല. വേണ്ടടാ, നീ പോയി നീ പെട്ടിയാവും, അത്രേ ഉള്ളൂ. ഞാൻ പറയട്ടെ, ഞാൻ പേടിയില്ല, എന്നെ ഷൂട്ട് ചെയ്യണ്ട. Yo, I ain't the bruh. Stop shooting at me. അവൻ പോയി. അറിയത്തില്ല ആരാണ് പോയി അവൻ. ചിലപ്പോൾ നീ അങ്ങോട്ട് പോയപ്പം ഓടിപ്പോയി കാണും. കറക്റ്റ്. ഈ ദൂരെ കാണുമ്പോൾ അവനക്ക് ചിലപ്പം വിചാരിക്കുന്നു ഞാനും പേടി തന്നെയാ. സൂട്ട് കാണത്തില്ല മാത്രം ദൂരെ. ആണ്, അതും പിന്നെ ഞാൻ തൊപ്പിയും ഇട്ടിട്ടുണ്ട്. അതും കറക്റ്റാ. നീ അന്നേരം അവിടെ ലോങ് നിന്നപ്പം അങ്ങനെ വിചാരിച്ച് ഷൂട്ട് ഉണ്ട് ഇത്. നിന്റെ സിസ്റ്ററിന്റെ മലയാളത്തിൽ എങ്ങനെ നിന്റെ അളിയത്തിയോ? സിസ്റ്റർ ഇപ്പം പഠിക്കുക, ജോലി ചെയ്യാത്ത എക്സാം എല്ലാം ഉണ്ട്. അങ്ങനെ അവളുടെ എല്ലാം ശരിയാണോ? ഓൾ ഗുഡ്. അവൾക്ക് 18,000 സാലറി. പക്ഷെ മലയാളത്തിൽ എങ്ങനെ പറയുന്നത്? ബ്രദർ അണിയല്ലേ? അനീതിയാണ് മലയാളത്തിൽ പറയുന്നത്. ഓക്കെ, അണിയത്തി. പിന്നെ ബ്രദർ ഇൻ ലോ അളിയൻ ആൻഡ് സിസ്റ്റർ ഇൻ ലോ അളിയത്തിയാണോ? അങ്ങനെയെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഒരു ഇതില്ല. ഓക്കെ, എനിക്കും ഒത്തിരി അറിയില്ല, ഞാൻ ചുമ്മാ ചോദിക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് ഈ അളിയൻ എനിക്ക് അറിയാം. കാരണം എൻ്റെ മുംബൈത്തെ പള്ളിയിൽ ഗേൾ ഉണ്ടായിരുന്നു. അവൾക്ക് ഒത്തിരി ആണുങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു. അവൻ്റെ ഒരു ബ്രദർ ആയിരുന്നു.
ആ ബ്രദറിന്റെ എല്ലാ ആൾക്കാരും പോയിട്ട് എടാ അളിയൻ അങ്ങനെ വിളിക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ അളിയൻ വേർഡ് മനസ്സിലായി. പക്ഷെ അളിയത്തിയെ അറിയില്ല. എവിടെ പോയത്? ഒന്നുകൂടായിട്ട് കാട്ടണം. ഞാൻ വേറെ എന്താ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. എനിക്ക് 6 കിട്ടി. ഓ മൈ ഗോഡ്. എന്തായാലും എനിക്ക് വേറെ ജോലി നോക്കണടാ. ഇപ്പൊ 13 അവർ ജോലിയാണെങ്കിൽ നീ പഠിത്തം എന്താ ചെയ്തു? നിന്റെ പഠിത്തം ഞാൻ 10th വരെ പോയില്ലോ. ഓക്കെ. പിന്നെ അത് വേറെ ജോബ്സ് ഒക്കെ ഉണ്ടല്ലോ. ഞാൻ നോക്കുന്നുണ്ട്. വേറെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് അങ്ങോട്ട് മാറും. അതർവൈസ് നീ ശരിയായിട്ട് എന്തെങ്കിലും ബിസിനസ് ഒക്കെ തുടങ്ങുന്നത്. എന്തെങ്കിലും PG ആരാടാ താമസിക്കുന്നത്? അതുകൊണ്ട് സീനാ. 6500 മന്ത്ലി കെട്ടണം. അത് സീനാണ്. എങ്ങനെയും രണ്ടും എടുത്തില്ല. പിന്നെ നാട്ടിൽ പോയി എന്തെങ്കിലും തുടങ്ങാൻ ഇങ്ങനെ നീ വിചാരിച്ചിട്ടുണ്ടോ? എന്താടാ നാട്ടിൽ പോയിട്ട് നാട്ടിൽ നിന്റെ വീടുണ്ടോ? ഇല്ലടാ, എല്ലാം സെയിലായി പോയി കുറച്ച്. പിന്നെ ടഫ് ഉണ്ട്. എന്താടാ കേട്ടില്ല? ഇല്ല ഞാൻ വിചാരിക്കുമായിരുന്നു ഈ PG ഒക്കെ 6500 ഒക്കെ പിന്നെ നിന്റെ സാലറി 13,000 ഹാഫ് അത് PG തന്നെ പോകും. അതുകൊണ്ട് ഞാൻ വിചാരിക്കുമായിരുന്നു നാട്ടിൽ തന്നെ സ്വന്തം വീട് ഉണ്ടാക്കുമ്പോൾ നിന്റെ റെന്റ് ഒക്കെ ഫ്രീ ആകത്തില്ലേ? പിന്നെ നീ അവിടെ എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് എന്റെ പ്ലാൻ വെച്ചാൽ ഇവിടെ തന്നെ എന്തോ ഒരു വീട് നോക്കാനുള്ള. പക്ഷെ നാട്ടിലാണെങ്കിൽ ജോലിയും ഇല്ല ഒന്നും. നാട്ടിലെ അവസ്ഥ എനിക്ക് നല്ലോണം ഇപ്പം അറിയാം. നീ ബാംഗ്ലൂരല്ലേ? ആണ്. രണ്ടുപേരും ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ തന്നെ വീട് നോക്കണം. അങ്ങനെ പ്ലാൻ ചെയ്യുന്നു. നോക്ക്. നിനക്ക് ഇപ്പൊ എത്ര വർഷമായി? 24 അല്ലേ? 23 ആണെന്ന് തോന്നുന്നു എൻ്റെ ഏജ്. 23 ഒത്തിരി ടൈം ഉണ്ടടാ. ടെൻഷൻ അടിക്കണ്ട. 23 ഈസ് യങ് ആയി. നോക്കിട്ട് പിന്നെ നല്ല ജോലിയൊക്കെ കിട്ടിട്ട് നീ വീട് വാങ്ങിക്കും. പിന്നെ നീ കല്യാണമൊക്കെ കഴിച്ചിട്ട് നിനക്ക് 3-4 ഒക്കെ പിള്ളേരാവും. എല്ലാം സെറ്റ് ആവും. 5 ചെയ്യാൻ 5 പിള്ളേർ. ഓക്കെ ശരി. ശരി, ഞാൻ പോയിട്ട് ഞാൻ ടേൺ ഇൻ ചെയ്തിട്ട് ഒന്നും ചെയ്തില്ലല്ലോ പീഡി ആൾക്കാരെ. ഇല്ലടാ, എനിക്ക് ഒന്നും ചെയ്യുന്നില്ല. പീഡി അവരെ ജോലി മാത്രമേ ചെയ്യുന്നല്ലേ. അങ്ങനെ വിചാരിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ ചെയ്യില്ലടാ. ഇവിടുത്തെ സിറ്റി ഇരിക്കുന്ന എല്ലാരും എന്നെ ബാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞാൻ ഒരിക്കലും ബാൻ ആകത്തില്ല. ഇല്ലടാ, എനിക്ക് അത്രയൊക്കെ സമയം ഉണ്ടായിരിക്കും. ഇഫ് ഐ ഹാഡ് ദാറ്റ് മച്ച് ടൈം പിന്നെ ഞാൻ ഡിസ്മിസ് ആകത്തില്ലായിരുന്നുടാ. ഞാൻ ചുമ്മാ എന്റെ പീഡിയുടെ ജോലി ചെയ്തില്ലേ. എന്റെ കാര്യം പറയില്ലേ. നമ്മ രണ്ടുപേരും അറിഞ്ഞാൽ മതി എന്തെങ്കിലും കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ. ഏത് കാര്യം? എടാ ഇപ്പം നമ്മളിപ്പം സംസാരിക്കുന്നില്ല എന്റെ കുറിച്ച് കാര്യങ്ങളെല്ലാം. പേഴ്സണൽ കാര്യം ഇപ്പൊ നമ്മൾ നിങ്ങളുടെ സംസാരിച്ചില്ലേ? അത് ഞാൻ
പറഞ്ഞെ. ആർക്കും പറയാൻ പാടില്ല, ആർക്കും പറയാൻ ചെയ്യല്ല. എന്തിന്? ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ആരും ഞാൻ ഗെയിം വരുത്തവുമില്ല, പിന്നെ ആരാ പറയാൻ ഇതൊക്കെ? നീയേ ഒല്ലടാ മലയാളി വെച്ചാ എനിക്കിത് ട്രാൻസ്ഫർ ചെയ്യാനെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ നീയും പോയി കിട്ടി. എങ്ങനെയും തിരിച്ചു തരാൻ നോക്ക്, നിന്റെ ഫ്രീ ടൈം കിട്ടുമ്പോ. അത്രേ ഉള്ളൂ. ഞാൻ ഒറ്റ ദിവസം കണ്ടിട്ട് ഇന്നാ വന്നെ. ഞാൻ ആ ദിവസം എനിക്ക് ആ ഗ്രാൻഡ് ടെക്സ്റ്റ് ചെയ്തിട്ട് പറഞ്ഞ എന്നെ വിട്ടി, പിന്നെ ന്യൂ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു, ഞാൻ വിട്ടി. ഞാൻ പിന്നെ കണ്ടുമല്ല നാട്ടിൽ വിട്ടി. എങ്ങനെയും നീ ഗെയിമിൽ കയറിയാൽ മതിയായിരുന്നു അന്ന്. ഒരു 7 days, ഒരു 5 ദിവസം ഗെയിമിൽ കയറ്റി ഓഫ്ലൈൻ ആയെങ്കിൽ ഓക്കെ എന്ന് വെക്കായിരുന്നു. Go ahead, Dale. Best show. Movie. ഹിന്ദിക്കാരില്ലടാ. എന്തെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഹിന്ദി ഉണ്ടോ? എന്താടാ? ഞാൻ പറയായിരുന്നു എനിക്ക് എന്തെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യണം വേണമെങ്കിൽ നീ ഡിസ്കോഡ് ടെക്സ്റ്റ് ചെയ്യും, ഞാൻ വരും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. അച്ഛാ എല്ലായ്പ്പോഴും എനിക്ക് ടെക്സ്റ്റ് ചെയ്ത് അവർക്കൊന്നും പറയാനും പറ്റത്തില്ല. അവർക്കും എല്ലായ്പ്പോഴും ടെക്സ്റ്റ് ചെയ്താലും അവർക്ക് മനസ്സിലാവണമെന്നും ഇല്ല. എല്ലാം ടെക്സ്റ്റിനകത്ത് എഴുതാൻ പറ്റത്തില്ലല്ലോ. ചിലെല്ലാം സംസാരം കൊണ്ട് ഇതാണ്. കറക്റ്റ് അതാ പറയുന്നത്. ഞാൻ എനിക്ക് എന്തെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ എന്നെ ടെക്സ്റ്റ് ചെയ്യാൻ മതി. ഞാൻ ചെയ്തിട്ട് നീ ടോപ്പ് ഫ്ലോറിൽ എടുക്കൊണ്ട് പോ. അച്ഛാ പിന്നെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാത്തതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടല്ലടാ. അച്ഛാ വീട്ടിൽ ആ ഇംഗ്ലീഷ് സത്യത്തിൽ സംസാരിക്കാറില്ല. പിന്നെ എനിക്കിവിടെ വേറെ ലാംഗ്വേജ് ആണ് കന്നഡ. പിന്നെ എന്താ ആ ലാംഗ്വേജ് കന്നഡ ഫുള്ളായിട്ട് അറിയും. ഇവിടെയല്ലേ പഠിച്ചത്. പിന്നെ സ്കൂളിൽ ആണെങ്കിൽ കന്നഡയാണ് സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് വായിക്കാൻ എല്ലാം കുറച്ചൊക്കെ അറിയാം. അതൊക്കെ ഉള്ളൂ. സ്കൂളിൽ ഇംഗ്ലീഷ് പഠിക്കാനില്ലായിരുന്നോ? ഇംഗ്ലീഷ് മീഡിയം ആടാ. അന്ന് അവിടെ കന്നഡ ആയല്ലോ, കന്നഡയല്ലേ സംസാരിക്കുന്നത്. ഇംഗ്ലീഷും ഉണ്ട്. ഇംഗ്ലീഷ് ഉണ്ടടാ. ഇംഗ്ലീഷ് മീഡിയം, ഇംഗ്ലീഷും കന്നഡ. പിന്നെ നീ അവിടെ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ലേ? പഠിച്ചടാ. ഞാൻ ഇംഗ്ലീഷ് അങ്ങനെ സംസാരമൊന്നും ഇല്ല. അങ്ങനത്തെ സംസാരം ഇല്ലാത്തതുകൊണ്ടാണ് ഗെയിമിലും ഇങ്ങനെ കാണിക്കുന്നത്. കന്നഡയാണ് സംസാരിക്കുന്നത്. കന്നഡ മാത്രമേ അവിടെ ഞാൻ സംസാരിച്ചത്. കുറച്ച് ഇംഗ്ലീഷ്. മനസ്സിലായി. ഇംഗ്ലീഷ് മീഡിയം ഉണ്ടായിരുന്നു. ഇതൊക്കെ ലാംഗ്വേജ് ഒക്കെ എങ്ങനെയാ ഈ ഡെയിലി ആ ലാംഗ്വേജിൽ സംസാരിക്കുമ്പോൾ ഫ്ലുവൻ്റ്ലി അങ്ങനെ പറയാൻ ഒക്കും? അതർവൈസ് ഒക്കത്തില്ല. എനിക്ക് മലയാളം ഇങ്ങനെ ബ്രോക്കൻ അല്ലേ, എനിക്ക് മുഴുവൻ ഇങ്ങനെ പറയാൻ മനസ്സിലാകത്തില്ല. പിന്നെ ഇങ്ങനെ ഒത്തിരി വ്യൂസും പിന്നെ മൂവീസും ഞാൻ മലയാളം മൂവീസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് സബ്ടൈറ്റിൽസ് ഒക്കെ വേണം. കാരണം ഈ ഫാസ്റ്റ് മലയാളം ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ ഇച്ചിരി ഹെവി വലിയ വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാകത്തില്ല. ഓൺലി ബേസ്ഡ് സെയിം. അതുകൊണ്ട് എനിക്ക് സെയിമാ. ഞാൻ ഇംഗ്ലീഷ് എൻ്റെ സ്കൂൾ എൻ്റെയും ഇംഗ്ലീഷ് മീഡിയം ഉണ്ടായിരുന്നു. പക്ഷേ മുംബൈയിൽ ഹിന്ദി പറയത്തില്ല എല്ലാവരും. അതുകൊണ്ട് എൻ്റെ ഹിന്ദി എനിക്ക് ശരിയായിരുന്നു. പക്ഷെ എൻ്റെ വീട്ടിൽ നമ്മൾ ഇംഗ്ലീഷ് മാത്രം പറയുമായിരുന്നു. വീട്ടിൽ ഇച്ചിരി മലയാളം പറയും. അതുകൊണ്ട് എൻ്റെ മലയാളം ഒത്തിരി ശരിയല്ല. ഓക്കെ. അത് ഞാൻ ഇംഗ്ലീഷ് ട്രൈ ചെയ്താൽ വെച്ചാൽ എനിക്ക് പറ്റുന്നേ ഉള്ളൂ. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഞാൻ അറിയില്ല സത്യത്തിൽ വെച്ചാൽ എനിക്കിവിടുത്തെ ഈ സെർവർ കയറിയപ്പോൾ തന്നെ അഡ്മിൻ ആണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ പറയാൻ അറിയാത്തതുകൊണ്ട് എന്നെ അഡ്മിൻ ഇതിലെടുത്തില്ല. എനിക്ക് എങ്ങനെയാ പറയുന്നത്, ആഗ്രഹം ഉണ്ടെങ്കിൽ
ഇച്ചിരി ചുമ്മാ ചെറിയ ചെറിയ ഇംഗ്ലീഷ് നീ വായിക്ക്. കാരണം ഈ അഡവൻസ് ഒക്കെ ഇല്ലേ, അവളുടെ ഒക്കെ ഇംഗ്ലീഷ് ശരിയല്ല. ചുമ്മാ അവൾ ഇച്ചിരി ബ്രോക്കൺ ഇംഗ്ലീഷ് പറയും. നീ ഈ അഡവൻസ് ഒക്കെ അവളുടെ പേരൊക്കെ എനിക്ക് അറിയത്തില്ല, പക്ഷെ അവൾ ആഫ്രിക്കാന്റെ അഡവൻസ് ഒക്കെ ഇല്ലേ, അവളുടെ ഇംഗ്ലീഷ് ഒത്തിരി പൊട്ടാ. അവൾക്ക് ആടാ അറിയത്തില്ല സത്യം, ഇംഗ്ലീഷ്, പക്ഷെ നമ്മളെ അവരെ ആഫ്രിക്കൻ ലാംഗ്വേജ് ഒന്നും മനസ്സിലാകുന്നില്ല. എന്ത് ഇംഗ്ലീഷ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എക്സാക്ട്ലി ഞാൻ 2-3 ഇന്റർവ്യൂ ഫെയിൽ ആയി പോയതാ ഞാൻ അഡ്മിൻ ഇന്റർവ്യൂല്. അതാ സത്യം ഞാൻ പറഞ്ഞാൽ പറഞ്ഞത്. അങ്ങനത്തെ ആൾക്കാരാടാ വരുന്നത്. അവളൊക്കെ ആഫ്രിക്ക അഡ്മിൻ അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് വരുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കത്തില്ലേ, അങ്ങനത്തെ ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ എനിക്കും മനസ്സിലാകുന്നില്ല അവൻ പറയുന്നതൊന്നും. എക്സാക്ട്ലി, ഞാൻ അതാ പറഞ്ഞത്. അവളുടെ ലൊക്കേഷൻ ഒത്തിരി നല്ലതല്ല, പക്ഷെ അവളൊക്കെ ബേസിക് ഇംഗ്ലീഷ് പറയും. അങ്ങനെ നീയും ഇച്ചിരി ഇംഗ്ലീഷ് വായിച്ചിട്ട് നീ ബേസിക് ഇംഗ്ലീഷും ബ്രോഗ്ലീഷും പറയുമ്പോൾ നീയാവും അഡ്മിൻ, ആഗ്രഹം ഉണ്ടെങ്കിൽ. കാരണം നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയും, നീ റൈറ്റ്സ് ഒക്കെ ഇംഗ്ലീഷിൽ പറയത്തില്ലേ. ആടാ പിന്നെ നിനക്ക് മതി, അത് മതി. നിനക്ക് മനസ്സിലാവും. നിനക്ക് മനസ്സിലാവില്ലേ ഇംഗ്ലീഷ്? എന്താടാ കേട്ടില്ല. നിനക്ക് മോസ്റ്റ്ലി ഇംഗ്ലീഷ് മനസ്സിലല്ലേ? മനസ്സിലാവുന്നുണ്ടോ ഇംഗ്ലീഷ് എല്ലാം നല്ലപോലെ? ഇപ്പൊ ഞാൻ if I say I went to the grocery store to buy some bread and I came back home I came back home on my bike and I went home, I had some breakfast. ഇപ്പൊ ഞാൻ ഇത് പറയും, നിനക്ക് മുഴുവൻ മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായോ വെച്ചാൽ നീ ബ്രെഡ് മേടിക്കാൻ പോയത്, പിന്നെ വണ്ടി വന്ന്, പിന്നെ റെസ്റ്റ് എടുക്കാൻ പോയി, അങ്ങനെയല്ലേ? ഞാൻ വീട്ടിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതാ പറഞ്ഞത് കറക്റ്റ്. നിനക്ക് മനസ്സിലാവും. പിന്നെ നിനക്ക് മാത്രം മലയാളം എങ്ങനെയാ, നീ മലയാളം സെയിം വേണ്ട ഇംഗ്ലീഷ് ആകുമ്പോൾ നീ അഡ്മിൻ ആവും. ഉറപ്പായിട്ട് അഡ്മിൻ ആവാന്ന് വെച്ചാ അതാ ഞാൻ പറഞ്ഞ എന്റെയോ മലയാളമിനെ ഒത്തിരി ഇപ്പൊ ഞാൻ പറഞ്ഞ മലയാളത്തില് പൊട്ടായിരുന്നു, ഒത്തിരി എക്സ്ട്രാ പൊട്ടായിരുന്നു. എനിക്ക് ഒന്നും മനസ്സിലാത്തില്ലായിരുന്നു മലയാളം. ഒൺലി ഇത് അറിയായിരുന്നു, നാട്ടിലെവിടെയാ ഇത് ഒൺലി അറിയായിരുന്നു. പിന്നെ എന്നെ അനിയനെ, എന്റെ അപ്പനെ, അമ്മ, ഇത് മാത്രം അറിയായിരുന്നു. പിന്നെ ഞാൻ പള്ളിയിൽ പോയിട്ട് എൻ്റെ എല്ലാ ഫ്രണ്ട്സ് ഒക്കെ മലയാളം പറയുമ്പോൾ എനിക്ക് ഇച്ചിരി പറയാൻ മനസ്സിലായി. ആടാ നീ അഡ്മിൻ ആവുന്നില്ല? നീ അഡ്മിൻ ട്രൈ ചെയ്യുന്നില്ല? വേണ്ടടാ, അങ്ങനൊക്കെ ഒത്തിരി പണിയാടാ. എന്താ പണി? ഒത്തിരി നിനക്ക് റൂൾസ് ഒക്കെ ഇംഗ്ലീഷ് അറിയാലോ, നിനക്ക് ഇംഗ്ലീഷ് നല്ലപോലെ പറയാൻ അറിയാമല്ലോ, വായിക്കാനും അറിയും, എല്ലാം അറിയും. നിനക്കാവാൻ പറ്റത്തില്ല? പക്ഷേ ഈ റൂൾസ് ഒക്കെ എല്ലാം പ്രോപ്പർലി റിമെമ്പർ ചെയ്യണം. പിന്നെ ഗെയിം ടൈം ഒക്കെ ഒത്തിരി കളിക്കണം. അതൊക്കെ ആര് ചെയ്യും? സത്യത്തിൽ പറഞ്ഞാൽ അഡ്മിന് 2 hour ഷിഫ്റ്റ്, ആ ഷിഫ്റ്റ് നിനക്ക് തരും. ആ ഷിഫ്റ്റ് നീ ഗെയിമിൽ കയറണം. പിന്നെ ഇപ്പൊ നീ ആലോചിക്ക്, ആ ഷിഫ്റ്റിന്റെ സമയത്ത് ഞാൻ ഫ്രീ ആയില്ല, പിന്നെ എന്ത് ചെയ്യും? അതും പ്രോബ്ലം എനിക്കറിയില്ല. എന്നാലും നിനക്ക് പവറും ഉണ്ട്. ടിക്കറ്റ് ഡിസ്കോഡിൽ നോക്കാനും പറ്റും. പക്ഷെ ഈ പീഡിയും ഈ ഗെയിം നോർമലി കളിച്ച് എനിക്ക് എപ്പോ വേണമെങ്കിലും ഞാൻ വന്നിട്ട് എന്റെ 2 hours കളിച്ചിട്ട് പോകും. പക്ഷെ അഡ്മിന്റെ ഫിക്സ് ടൈമിംഗ് ഒക്കെ ഉണ്ട്. അത് കാരണം ഞാൻ അഡ്മിൻ കുറച്ച് കഷ്ടമെല്ലാം ഉണ്ട്. ടിക്കറ്റ് നോക്കണം, ഹാൻഡിൽ ചെയ്യണം. ഡിസ്കോഡ് ടിക്കറ്റ് വന്നുകൊണ്ടേയിരിക്കും. ചില ടിക്കറ്റ് എല്ലാം ഓൾറെഡി ഇപ്പം തന്നെ ഫുള്ളായിരിക്കും. അത് ടിക്കറ്റ് ഹാൻഡിൽ ചെയ്തുകൊണ്ടേയിരിക്കും മോഡറേറ്റർ വന്നിട്ട്. എക്സാക്ട്ലി. പിന്നെ എന്റെ നോർമലി ഇല്ലാത്ത എന്റെ ഡിസ്കോഡ് ഒത്തിരി ഫുൾ ആയിരുന്നു. ആർക്കും അറിയാം, റാൻഡം ആൾക്കാരുടെ DMs ഒക്കെ ആൾക്കാരുടെ ഞാൻ മാക്രോസ് ഒക്കെ അയച്ചത്, അത് ഫുൾ ആയിരുന്നു. ഒത്തിരി ചാറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അഡ്മിൻ ആയാൽ പിന്നെ ആള് ഒത്തിരി കൂടും. പിന്നെ എനിക്ക് ഇപ്പൊ എങ്ങനെയാ, ഞാൻ വേറൊരു കൺട്രിയിലില്ല. എനിക്ക് ഇപ്പൊ ഒത്തിരി സമയമില്ല. എനിക്ക് ഫോക്കസ് ഈ ജോബ് കിട്ടുന്ന ഫോക്കസ് ചെയ്യണം. ഒരു ജോബ്
ജോബ് വെള്ളിൻ്റെ വിളിച്ച ആൾക്കാർക്ക് ഒത്തിരിയും ഡിഫിക്കൽട്ടാണ്. അത് കാരണം അതിൽ ഫോക്കസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ജോബ് കിട്ടിയാൽ പിന്നെ എനിക്ക് ഈ ഗെയിം വന്നാലുള്ള പ്രോബ്ലം ഇല്ല. ഞാൻ രാത്രി വന്നിട്ട് എവിടെ കളിക്കാൻ നോക്കും. ഓക്കെ, നീ ജോലി നോക്കുന്നുണ്ടല്ലേ? അതെന്നാ കാരണം ബിസിയാടാ. ഞാൻ ജോലി നോക്കുമ്പോൾ ദിവസം അപ്ലൈ ചെയ്തിട്ട് ഇരിക്കും. പിന്നെ ഇന്റർവ്യൂസ് ഒക്കെ വരുമ്പോൾ ഞാൻ അത് പ്രിപ്പയർ ചെയ്തിട്ട് ഇന്റർവ്യൂസ് ഒക്കെ എത്തും. പക്ഷേ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവൾ യെസ് പറയത്തില്ല, നോവും പറയത്തില്ല ഒത്തിരി ആൾ. എനിക്ക് അതാ പ്രശ്നം. അറ്റ്ലീസ്റ്റ് നോ പറ, പിന്നെ അറിയാം നമുക്ക് എന്തെങ്കിലും കുറവാണ്. പക്ഷെ നോയും പറയത്തില്ല, ചുമ്മാ ഇങ്ങനെ ഗോസ്റ്റ്. ഇങ്ങനെ ഇവിടുത്തെ അവസ്ഥ ഈ വെള്ളിനെ വന്നിട്ട് ആൾക്കാർക്ക് വേണ്ടി ഇപ്പൊ ഒത്തിരി ഡിഫിക്കൽട്ടാണ്. ഓക്കേടാ. ഇതാണ് അതിന് സൗണ്ട് എന്നാണ് പറയുന്നത്? സൗണ്ട് ഇല്ല, സൗണ്ട് പോയിരിക്കുക. ആണോ? ആ ഫ്ലാഷ് രണ്ടിന്റെ സൗണ്ട് പോയോ? അത് ഈ അപ്ഡേറ്റ് വന്നില്ലേ? അപ്ഡേറ്റ് വാങ്ങിച്ച് ഗ്ലിച്ചായി കിടക്കുക. ഞാൻ വിചാരിച്ചു എന്റെ ഗെയിമിൽ പ്രശ്നമുണ്ടോ. ഇവിടെ PDക്ക് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഇല്ലെങ്കിൽ കളിക്കുന്നവരും ഇറങ്ങിപ്പോവും. പക്ഷെ PDക്ക് അകത്ത് മുഴുവൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലേ? അകത്ത് ചെയ്താടാ, എന്നാൽ പവറൊന്നും ഇല്ലടാ. നമുക്ക് ഇപ്പം ട്രാക്കർ ഇടാൻ ഒരു വണ്ടി ഇപ്പം ചേസ് ചെയ്യുക, ഒരു ട്രാക്കർ ഉണ്ടെങ്കിൽ ഓക്കെ എന്ന് വെക്കാം. എന്നുവെച്ചാൽ നമുക്ക് ഒരു RP അങ്ങനെ ചെയ്യാൻ പറ്റും. എവിടെ പോയി ഈ ലോകത്ത് ഈ മാപ്പിൽ എവിടെ പോയാലും കണ്ടുപിടിക്കുക ഒരു ട്രാക്കറുണ്ട് വണ്ടീനകത്ത്. അങ്ങനെയാണ് ഓക്കെ എന്ന് വെക്കാം. ഇപ്പോൾ PDയുടെ വണ്ടി വണ്ടിയെല്ലാം അങ്ങനെയെല്ലാം അപ്ഡേറ്റ് കൊണ്ടാലേ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ, PD ആൾക്കാർക്ക്. ഇപ്പം തന്നെ അറിയുമല്ലോ, ഇപ്പം സിറ്റിസൺ ഗ്യാങ് മെമ്പർ എല്ലാവർക്കും നല്ല നല്ല വണ്ടിയുണ്ട്. ഒരടിക്ക് PDയുടെ വണ്ടി എവിടെയെങ്കിലും പോയി കിടക്കും. എന്നാൽ അവർ റിയൽ ലൈഫ് പൈസ നല്ലപോലെ കൊടുക്കുന്നുണ്ട്. റിയൽ ലൈഫ് കൊടുത്താലേ ഈ ഗെയിമിൽ പൈസക്കാരനാകാൻ പറ്റത്തുള്ളൂ. എന്തൊരു പൈസയാണ് എനിക്ക്. ഞാൻ ഈ ഗെയിമിൽ റിയൽ ലൈഫ് പൈസ കൊടുക്കത്തേ ഇല്ല. ഞാൻ കുത്തിയിരുന്ന് ഗ്രൈൻഡ് ചെയ്യും, അത്രേ ഉള്ളൂ. എനിക്ക് എംപയർ ബിസിനസ് ഉണ്ട്. ലക്കിന് 1 സ്റ്റേറ്റ് കൊടുക്കുന്ന സാധനം എല്ലാം കളക്ട് ചെയ്ത് അങ്ങനെ ചെയ്യുന്നതാണ് എൻ്റെ പരിപാടി. ഗെയിമിനകത്ത് കൊടുത്തിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ജസ്റ്റ് ഒരു ഗെയിമാണിത്. എക്സാക്ട്ലി. ഞാനും ഈ ഗെയിമിൽ പൈസ ഇട്ടിട്ടില്ല. അത് കാരണം ഒത്തിരി ഞാൻ 2 മില്യൺ. പിന്നെ നീ ഒത്തിരി ആദ്യമായിട്ട് ഒത്തിരി കളിക്കത്തില്ലായിരുന്നു. ഞാൻ അത്രയും കളിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒത്തിരി കാശ് കിട്ടിയിട്ടില്ല. പക്ഷെ ഈ ഗ്രാൻഡിലൊക്കെ ഇല്ല, അയ്യോ $125 $80 അങ്ങനെയൊക്കെ ഇട്ടിരിക്കും അവൻ. അത് കാരണം അവർക്ക് 150 200 $300 million ഒക്കെ കാശൊക്കെ ഉണ്ടായിരുന്നു. അവന് ഒരു സ്കാമും. സൗണ്ട് കട്ടാകുന്നുണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പം കേൾക്കുന്നുണ്ട്. 3 മാസം മുമ്പിൽ ഒരു പേഴ്സൺ അവനെ സ്കാം ചെയ്തു. ആടാ അങ്ങനത്തെ റൂളെല്ലാം ഉണ്ടല്ലോ, സ്കാമിൻ്റെ ഇതെല്ലാം പെർമനൻറ്റ് ബാൻ. അങ്ങനത്തെ എല്ലാം അക്കൗണ്ട് എടുത്ത് വേറെ ആൾക്ക് കൊടുക്കുന്നു, ഞാൻ നിൻ്റെ അക്കൗണ്ട് എടുത്ത് നിനക്ക് തരുന്നു, അങ്ങനെയെല്ലാം റൂൾ ബ്രേക്കിനകത്ത് പക്ഷെ അവൻ റിപ്പോർട്ട് ചെയ്തില്ല. എനിക്ക് അതൊക്കെ അറിയത്തില്ല. പക്ഷെ ഒരു ആൾ പറഞ്ഞു എനിക്ക് നീ ഗ്രാൻഡിലേക്ക് ഇൻ ഗെയിം ഒത്തിരി ഉണ്ടായിരുന്നു. ലൈക്ക് ഐ തിങ്ക് ഒത്തിരി ഉണ്ടായിരുന്നു. ലൈക്ക് 200 300 ഒക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നു, മില്യൺ ഒക്കെ.
പിന്നെ ആരെങ്കിലും അവന് പറഞ്ഞു നീ എനിക്ക് 100 മില്യൺ കൊടുക്കും, ഞാൻ നിന്നെ $200 തരും. അവൻ പറഞ്ഞു ഓക്കെ തരാം, ഓക്കെ. അവൻ പറഞ്ഞു നീ എനിക്ക് ഹാഫ് അയക്ക്, പിന്നെ ഞാൻ നിന്നെ കാശാക്കും, പിന്നെ റിമൈനിങ് ഹാഫ് നീ എനിക്ക് അയക്ക്. അവൻ ഹാഫ് അയച്ചു. പിന്നെ ഗ്രാൻഡ്ലി അവനെ പറഞ്ഞു നീ എനിക്ക് ഹാഫ് $100 ഹാഫ് $50 അയക്ക്, പിന്നെ ഞാൻ റെസ്റ്റ് സെൻഡ് ചെയ്യും, പിന്നെ നീ എനിക്ക് റിമൈനിങ് $50 സെൻഡ് ചെയ്യും. പക്ഷെ ആൾക്കാർ പറഞ്ഞു ഇല്ല നീ എനിക്ക് 50 ആക്ക്, പിന്നെ ഞാൻ എനിക്ക് കൊടുക്കും. പിന്നെ ഒന്നുമില്ല. പിന്നെ ഗ്രാൻഡ്ലിക്ക് $50 മില്യൺ കാശ് കിട്ടില്ല. ആടാ എന്തായാലും ഈ ഇവിടെ എന്താ ഞാൻ അഡ്മിൻ ആകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സർവർ ചിലപ്പോൾ അഡ്മിൻ ആയേക്കാം. അഡ്മിഷൻ നെക്സ്റ്റ് എല്ലാവർക്കും അഡ്മിഷൻ നെക്സ്റ്റ് എൻ്റെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറേ ഹിന്ദിക്കാരുണ്ട്. ഗെയിമായിട്ട് എടുക്കാൻ പറ്റത്തില്ല അവർക്ക്, റിയൽ ലൈഫായിട്ട് ബന്ധം വേണം. വെച്ചാൽ ഇപ്പം ഞാൻ അവനെ അറസ്റ്റ് ചെയ്ത് എന്നെ റിയൽ ലൈഫ് എന്ന് കൊല്ലാൻ വരും, അങ്ങനത്തെ ഒരു ഇത്. അതാടാ അന്ന് പണ്ട് ഹിന്ദിക്കാരില്ലടാ, അവർ പൊട്ടന്മാരാ. സത്യം പറഞ്ഞാൽ ഹിന്ദിക്കാരെല്ലാം പൊട്ടന്മാർ തന്നെയാണ്. അവർക്ക് ഗെയിമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ അന്ന് ഒരു സീനുണ്ടായി, അറസ്റ്റ് ചെയ്തപ്പം അവൻ എൻ്റെ ലൊക്കേഷൻ ചോദിച്ചു. വെച്ചാൽ റൈറ്റ്സ് പറഞ്ഞപ്പോൾ തന്നെ അറിയില്ല, റൈറ്റ്സ് പറയുമ്പം ഇവൻ ഇന്ത്യക്കാരാണെന്ന് അവനും മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ ലൊക്കേഷൻ ചോദിച്ചു, ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങനത്തെ ഒരു ഇതുണ്ടടാ. അതുകൊണ്ട് ചില ഇന്ത്യക്കാരെല്ലാം ഇതാടാ സീനാ. ഗെയിമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അവർക്ക് അച്ഛനും അമ്മയ്ക്കും എല്ലാവരും ഹിന്ദിയിൽ തെറി വിളിക്കാൻ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. അവരങ്ങനെ ചെയ്യട്ടെ, എനിക്കും ഞാൻ തിരിച്ച് പറയാത്ത വെച്ചാൽ ഞാൻ പോലീസ് ആയത് കൊണ്ടാണ്. വെച്ചാൽ പോലീസ് അങ്ങനെ പറഞ്ഞ വേറെ ഇഷ്യൂ എല്ലാം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ടിക്കറ്റ് അടിക്കാതെ എന്തെങ്കിലും ചെയ്യും. അത് കാരണം ഞാനൊന്നും പറയാതിരിക്കുന്നത്. ഹിന്ദിയിൽ മഴത്ത് നല്ല തെറി വിളിക്കാൻ അറിയാം എനിക്ക്. അവൻ ഇംഗ്ലീഷ് പറയത്തില്ല, ഇംഗ്ലീഷ് പറഞ്ഞാൽ ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഈ നോർത്ത് ഇന്ത്യ ഒക്കെ അവൾ പഠിക്കത്തില്ലടാ. അവൾക്ക് ഇങ്ങനെ പറയുന്നത് ചുമ്മാ ഊളന്മാരൊക്കെ ഉണ്ട്. ആണടാ, അവർക്ക് ബുദ്ധി ഉപയോഗിക്കാൻ പോലും അറിയില്ല. ഗെയിമായിട്ട് എടുക്കണം. പബ്ജി മൊബൈൽ കളിക്കാണ് ഗെയിമിൽ കയറുന്നത്. അവനെ അടിച്ചിടുക, പിന്നെയോ ഞാൻ പബ്ജി മൊബൈൽ കളിക്കത്തില്ല. ഓൾറെഡി ഞാൻ നിർത്തിയത് ഗെയിമിൽ. ഞാൻ ഒത്തിരി കോവിഡിന്റെ സമയത്തിൽ പബ്ജി കളിക്കുമായിരുന്നു, പക്ഷെ പിന്നെ വിട്ടുപോയി. നിനക്ക് ഈ ഗെയിമിന്റെ പാട്ടി അറിയാം, ഡെൽറ്റ ഫോഴ്സ്? ഇല്ല, അതെന്തുവാ? ഷൂട്ടിംഗ് ഗെയിം, നല്ല ഗ്രാഫിക്സ് ഗെയിം. അതും പിന്നെ ഈ ഗെയിം മാത്രമേ കളിക്കത്തുള്ളൂ. എങ്ങനെ ഷൂട്ടിംഗ്? പബ്ജിന്റെ അങ്ങനെയാണോ? കുറച്ച് ഗ്രാഫിക്സ് ഉണ്ട്, പിന്നെ നല്ല ഗെയിമാണ്. ഞാൻ അതാണ് മെയിനായിട്ട് കളിക്കാറുള്ളത്. 2 ഗെയിമേ ഉള്ളൂ ഗെയിമിൽ. അല്ലടാ, അതിനകത്ത് കുറേ എന്നുവെച്ചാൽ PvP ഇവൻറ്റ്, അങ്ങനെ PvP ഷൂട്ടൗട്ട് അങ്ങനെയാണ്. ബാറ്റിൽ ഗ്രൗണ്ട് ഉണ്ട്, അത് വേറെ ഇതാണ്. എന്നുവെച്ചാൽ അത് ഹൈ ഗ്രാഫിക്സും പിന്നെ നല്ല ഇതൊക്കെയാണ്. പിന്നെ ഇന്ത്യക്കാർ അവർ ചെയ്യട്ടെ, അവർക്ക് അങ്ങനെ തെറി വിളിക്കാനാണ് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ പറയാം, നീ ഏത് ലാംഗ്വേജിലാണ്? ഇത് ഇംഗ്ലീഷ് അവറാണ്, നീ ഇംഗ്ലീഷ് സംസാരിച്ചാൽ മതി. ഞാൻ പറയാം, നീ ഏത് ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്? ഞാൻ ടൈപ്പ് ചെയ്യും ഇങ്ങനെ തന്നെ അവൻ്റെ അടുത്ത് ടൈപ്പ് ചെയ്യും. നീ ലാംഗ്വേജ് തെറി വിളിക്കുകയാണെങ്കിൽ ടൈപ്പ് ചെയ്തോണ്ടേയിരിക്കും. നോർത്ത് ഇന്ത്യയിൽ അവൾക്ക് എനിവേസ് ബുദ്ധിയില്ല, പിന്നെ അവൾ പഠിക്കത്തുമില്ല, പിന്നെ അവൾക്ക് ഇംഗ്ലീഷ് എങ്ങനെ അറിയുന്നേ? അവളൊക്കെ പൊട്ടന്മാരാടാ നോർത്ത് ഇന്ത്യൻസ്. ഒരാളുണ്ട്, ഭയങ്കര ചൊറിയാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാം വിളിച്ചിട്ടുള്ള അവനെ ഞാൻ കൊടുത്തിട്ടുണ്ട്.
ബാനും കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തീരുമാനിക്കും പിന്നെ അവൻ ജയിലിൽ ഇറങ്ങണോ വേണ്ടിയോ. അവർക്ക് അങ്ങനത്തെ റിയൽ നീ ലൈഫ് ആക്കാൻ ചുമ്മാ പറ്റും. എനിക്ക് എൻ്റെ ignore പവർ ചെയ്യ്. ഉപയോഗിക്കാൻ അറിയാം. നീ ചുമ്മാ ഇഗ്നോർ ആക്കടാ. നീ ഒത്തിരി ടെൻഷൻ കൊടുക്കണ. ഇത് കാഡാണോ? ആണോടാ. ഇഗ്നോറാണ് ഞാൻ ചെയ്ത് വിടാറുള്ളത്. ഒന്നും കേൾക്കാത്ത രീതി സംസാരം, അതുപോലെ അത്രേ ഉള്ളൂ. എന്തെങ്കിലും റീസൺ കിട്ടിക്കഴിഞ്ഞാൽ തൂക്കിക്കോളും, അല്ല ടിക്കറ്റ് അടിക്കും, അത്രേ ഉള്ളൂ. ഇവിടെ ഇങ്ങോട്ട് വന്നേ. കാരണം ഇതൊക്കെ ഒത്തിരി ഇങ്ങനെയൊക്കെ ഈ തെറിയൊക്കെ വിളിക്കേണ്ട ആൾക്കാരെ ഒത്തിരി ആലോചിച്ചാൽ നമ്മുടെ മൂഡ് ഒത്തിരി ബാഡാവും. ആണ്. എനിക്കൊന്നും പ്രശ്നമില്ല. എനിക്ക് അഡ്മിൻ എല്ലാം ഉണ്ട്. ഞാൻ ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് അഡ്മിനും അറിയാം. ഞാൻ ബുക്കി നോക്കിയാണ് കളിക്കാറുള്ളത്. പിന്നെ ഞാൻ പെട്ടിയായി കഴിഞ്ഞാൽ അവൻ്റെ കാര്യത്തിനൊരു തീരുമാനം ആയിക്കോളും. അത് ഗ്രീൻ സോണിൽ. ഇപ്പം എന്നെ അടിച്ചിട്ട് കഴിഞ്ഞാൽ ഗ്രീൻ സോണിൽ ഇപ്പം എന്നെ അടിച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ ടിക്കറ്റ് അടിച്ച് എടുക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കാം ചിലപ്പം. നെക്സ്റ്റ് തീർത്ത് വിടും, അത്രേ ഉള്ളൂ. ഓൺ ദ സ്പോട്ടിൽ ജയിലായിരിക്കും. ഞാൻ കുറച്ച് വീഡിയോ അയക്കാം, ഞാൻ അത് കണ്ടു നോക്ക് നീ. ഓക്കെ ഓക്കേടാ, ശരിയാണ്. ഞാൻ ഓഫ്ലൈൻ ആവുകയാണേ, ഞാൻ പിന്നെ വരാം. ഞാൻ ജയിലിൽ പോയിട്ട് വരും. ഓക്കെ, ബൈ 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 ബൈ.